ശ്രീനാരായണ പെട്രോത്തംസ MP മൂർത്തിയുടെ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ സംസാരിക്കുന്ന വിഷയം എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ച് ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുക. ഈ സമാധി മന്ദിരം പണിയഴിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പലരാലും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി, വിപ്ലവകാരിയായും പരിവർത്തനവാദിയായും ഒക്കെ ഒരു കാലഘട്ടം. EMS-നെ പോലുള്ള ആളുകൾ നാരായണൻ എന്ന് മാത്രം പറഞ്ഞിരുന്ന ഒരു കാലമായി. ആ കാലഘട്ടത്തിലാണ് മഹാനായ MP മൂർത്തിയുടെ 100% ഭഗവാനായി കണ്ടുകൊണ്ട്, ഈശ്വരനായി കണ്ടുകൊണ്ട്, ഗുരുദേവനെ സമർപ്പിച്ചുകൊണ്ട് ഈ സമാധി മന്ദിരം നിർമ്മിക്കുവാൻ തയ്യാറായി. ഞാനെപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നതും കരുതുന്നതുമായ ഒരു സവിശേഷത, ഗുരുദേവൻ അവതാരമൂർത്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് മത്സ്യം കൂർമ്മം വരാഹൻ നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ശ്രീ ബലരാമൻ ശ്രീകൃഷ്ണൻ ശ്രീ നാരായണൻ 10ാമത്തെ അവതാരം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. 9 അവതാരവും ഹിംസയായിരുന്നു, 10ാമത്തെ അവതാരം അഹിംസയായിരുന്നു. അഹിംസയുടെ അവതാരമൂർത്തിയാണ് ഗുരുദേവൻ എന്ന് നമുക്കറിയാം. കുഞ്ഞുനാൾ മുതൽ സമാധി വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത സമ്പൂർണ്ണ അഹിംസയുടെ അവതാരമൂർത്തിയാണ് ഗുരുദേവൻ. ഗാന്ധി ആയാലും ശ്രീബുദ്ധനായാലും അഹിംസയുടെ മാർഗം സ്വീകരിച്ചവരാണ്. ഈ പ്രപഞ്ചത്തിൽ ഗുരുദേവനെ പോലെ, ഭഗവാനെ പോലെ അഹിംസയുടെ അവതാരമായി മറ്റൊന്നില്ല. അത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞ മഹാനായ വ്യക്തിത്വമാണ് ശ്രീ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സമാധി മന്ദിരം നിർമ്മിക്കുന്നതിന് ചുമതലയെടുത്തതും നിർവഹിച്ചതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാമല്ലോ, മറ്റ് അവതാര സൃഷ്ടികളുടെയൊക്കെ പല ദേവാലയങ്ങളുമുണ്ട്. ആ ദേവാലയങ്ങളൊന്നും തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നവയല്ല. ഇപ്പോൾ വളരെ വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം പോലും മനുഷ്യ മനസ്സിൽ ആ രൂപം, ക്ഷേത്രരൂപം ഇതൊരു വലിയ കെട്ടിടം എന്ന് തോന്നുന്നതല്ലാതെ നമ്മുടെ എത്ര പേരുടെ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ്. അവിടെയാണ് MP മൂർത്തിയുടെ എന്ന് പറയുന്ന മഹാൻ വളരെ സിമ്പിളായി നിർമ്മിച്ച് നൽകിയ വളരെ മനോഹരമായ ലോകോത്തര മാതൃകയായ ഗുരുദേവ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ശിവഗിരി മഹാസമാധി. ചെറിയ വരകൾ കൊണ്ട് തന്നെ ഈ അവതാരത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാറുണ്ട്. ഗുരുവിനെ അവതരിപ്പിക്കുമ്പോൾ ശിവഗിരിയെക്കുറിച്ച് ഇങ്ങനെ 2 വര വരച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഗുരുക്ഷേത്രമായി കാണുന്ന ഒരു ചിന്ത ലോകത്ത് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തെമ്പാടും തന്നെ ഗുരുക്ഷേത്ര മാതൃകയാണിത്. ശിവഗിരിയിലെ മാതൃകയാണ് ലോകത്തുള്ള എല്ലാ ഗുരുക്ഷേത്രങ്ങൾക്കുമായി ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. എവിടെ ഗുരുമന്ദിരം, ഗുരുക്ഷേത്രം നിർമ്മിച്ചാലും ഈ മാതൃകയാണ് സ്വീകരിക്കുന്നത്. ലോകത്തിനൊരു ഗുരുക്ഷേത്ര മാതൃകയാണ് ശിവഗിരി എന്ന് നമുക്ക് എല്ലാവർക്കും. ഒരു വഴികാട്ടി, ഒരു ദർശനം ഒക്കെ നൽകിയ ശില്പചാതുര്യം കൊണ്ട് നമ്മെ, സിംപ്ലിസിറ്റി കൊണ്ട് നമ്മെ ഭക്തിയുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ച മഹാനായ വ്യക്തിത്വമാണ് ശ്രീ MP മൂർത്തി. അദ്ദേഹം ഗുരുവിനെക്കുറിച്ച് ദൈവമായി കണ്ടുകൊണ്ട്
ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആ നിലയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തതാണ്. ഷൊർണൂരിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരു കുരുക്ഷേത്രമുണ്ട്. സാധാരണ ആ കാലഘട്ടത്തിൽ പല ഭവനങ്ങളിലും അത്തരം കുരുക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പലയിടങ്ങളിലും ചെറുതും വലുതുമായ കുരുക്ഷേത്രങ്ങൾ. പക്ഷെ അന്ന് ഷൊർണൂരിൽ നിർമ്മിച്ചിട്ടുള്ള ശ്രീനാരായണ നിവാസിൽ ഒരു മനോഹരമായ കുരുക്ഷേത്രവും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ഭക്തനായ മഹാനായ ശ്രീ എം പി മുത്തേടത്തിൻ്റെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കർമ്മത്തിലൂടെ കടന്നു പോകുന്ന ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് അത്യധികം സന്തോഷമുള്ള കാര്യമാണ്. ഭക്തിയുടെ, സ്നേഹത്തിൻ്റെ, എളിമയുടെ പ്രതിരൂപങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെ എനിക്കറിയുന്നത്. ഡോക്ടർ ലതയായാലും ഡോക്ടർ ജിബിനു ഗോപാലകൃഷ്ണനായാലും ഡോക്ടർ ഉഷയായാലും ഡോക്ടർ സ്മിതയായാലും സിന്ധു ആയാലും ഒക്കെ തന്നെ വളരെ വളരെ എളിമയുടെ പ്രതീകങ്ങളാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ജാമാതാവ് ഡോക്ടർ പി കെ ഗോപാലകൃഷ്ണനുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട്. അദ്ദേഹവുമായി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഏറെ ഉണ്ടായിട്ടുള്ള ആളാണ്. ഡോക്ടർ പി കെ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അമ്മാവനെക്കുറിച്ച് പറയാത്തതായ ഒരു ദിവസവുമില്ല. ഞങ്ങളുടെ യാത്രകളിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അച്ഛനായിട്ടാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഇങ്ങനെ വാദോരാതെ സംസാരിക്കുമായിരുന്നു. ഷൊർണൂരിൽ എം പി മുത്തേടത്ത് കോളേജ്, SN ട്രസ്റ്റ് എം പി മുത്തേടത്ത് കോളേജ് ആരംഭിക്കുമ്പോൾ അവിടെ ആദ്യ പ്രിൻസിപ്പലായി ചെല്ലുന്നത് എൻ്റെ ഒരു ബന്ധുവാണ്, ഡോക്ടർ ബലരാം. ആ മുത്തേടത്ത് കോളേജ് സ്ഥാപിതമാകുമ്പോൾ അത് കാണുവാൻ ഡോക്ടർ എന്നെയും കൂട്ടി ആ കോളേജിൽ പോയി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, എം പി മുത്തേടത്തിനെ കുറിച്ച് വേറെ വലിയ സ്മാരകങ്ങൾ ഉണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതുണ്ടാകും, ഉടനില്ല അതുണ്ടാകും, ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഇതിന് നടക്കട്ടെ എന്നാണ്. കാരണം ഡോക്ടറുടെ മനസ്സിൽ എം പി മുത്തേടത്ത് ശാശ്വതമായി സ്മരിക്കപ്പെടുന്ന ഒരു വലിയ സ്മാരക നിർമ്മാണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുള്ള ആളായിരുന്നു ഡോക്ടർ. അദ്ദേഹം പറഞ്ഞു തന്ന എം പി മുത്തേടത്ത് കഥകളാണ് എൻ്റെ മനസ്സിലുള്ള അറിവ്. അത്തരം മഹാനായ ഒരു വ്യക്തിയെ സ്മരിക്കുന്ന ഈ വേദിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, എന്നെ ഇവിടെ ക്ഷണിച്ചതിലുള്ള നന്ദി, എൻ്റെ ലേഖനം കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ കാണിച്ച സന്മനസ്, ഇതിനെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഒരുപാട് നന്ദി ബാലേന്ദ്രൻ സർ.